മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതല്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയതാണെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMRL കമ്പനി ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് അപ്പീൽ കമ്മിറ്റിക്ക് മുൻപാകെ നേരിട്ട് നൽകിയ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിലവിൽ വന്നത്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിയതിന്റെ വിശദാംശങ്ങൾ അവർ തന്നെ വ്യക്തമാക്കിയതാണ്. യാതൊരു ജോലിയും ചെയ്യാതെയാണ് CMRL കമ്പനിയിൽ നിന്നും വീണ വിജയൻ ചെക്കായും DD-ആയും 1.76 കോടി രൂപ കൈപ്പറ്റിയതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെ കോടിക്കണക്കിന് രൂപ വീണ വിജയൻ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. ED എഴുതി കൊടുത്തു, അവിടെ നിന്ന് ഒരു കാര്യവും കിട്ടിയിട്ടില്ല, ഒരു വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. നോക്കൂ, ഇത് മുഹമ്മദ് റിയാസിന്റെയും വീണ വിജയന്റെയും വീട്ടിൽ മാത്രം നടത്തിയിട്ടുള്ള റെയ്ഡ് അല്ല. 12ഓളം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള സെർച്ചിൽ നിരവധി വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പിണറായി വിജയന്റെ മകൾ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ വിശദാംശങ്ങളടക്കം EDക്ക് കിട്ടിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിനേക്കാൾ വലിയ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസി കിട്ടിയിട്ടുണ്ട്. വീണ വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകൾ ഉൾപ്പെടെ 12ഓളം സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയതറിഞ്ഞിട്ടും മണിക്കൂറുകളോളം കേരള പോലീസ് നിഷ്ക്രിയമായി നിന്നു. ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കി കലാപമുണ്ടാക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഒത്താശ ചെയ്തത്. MV ഗോവിന്ദൻ, V ശിവൻകുട്ടി, VK പ്രശാന്ത്, രാജ്യസഭാംഗങ്ങളായ AR റഹീം, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമികളെ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കി പിണറായി വിജയൻ ആഹ്വാനം ചെയ്ത് ഒരു കലാപം സൃഷ്ടിച്ച് ഈ കേസ് അവസാനിപ്പിക്കാമെന്ന് ആരും കരുതുന്നത് ശരിയല്ല. ഇന്നലെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കേരള പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയിക്കാതെ വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ട് പിണറായി വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും 12 സ്ഥലങ്ങളിലും ED പരിശോധന നടത്തുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിട്ടും 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾ സംശയിക്കുക. TP ചന്ദ്രശേഖരൻ വധക്കേസ് കാലത്തെ കണ്ണൂർ മോഡലാണ് തിരുവനന്തപുരത്ത് CPM നടപ്പാക്കിയത്. കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും CPM നേതാക്കളെ പോലെ തന്നെ UDF-ലെ പ്രമുഖ നേതാക്കളും ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരന്റെ കാലത്ത്, കൊലപാതകത്തിന്റെ കാലത്ത് കണ്ണൂരിലെ CPM നടത്തിയ അതേ മാതൃകയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അനുവർത്തിച്ചത്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ CPM പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ UDF-ഉം പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. കേരളത്തിലെ അമൂല്യമായ ധാതുമണൽ കൊള്ളയടിക്കാൻ വ്യവസായ ആഭ്യന്തര വകുപ്പുകൾ കൈകാര്യം ചെയ്തവർ വഴിവിട്ട സഹായം നൽകിയതിന്റെ പാരിതോഷികമാണ് ഈ പണം. അതുകൊണ്ടുതന്നെ ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചു തെളിയാൻ UDF-നും താൽപര്യമില്ല. LDF-ഉം UDF-ഉം ഒരുപോലെ കുറ്റം ചെയ്ത കേസാണിത്. നിലവിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള തെളിവുകൾ പുറത്തുവന്നിട്ടുള്ളതെങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ ഇരു മുന്നണികൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ അക്രമം കൊണ്ട് അട്ടിമറിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വീണ വിജയനിലേക്കും പിണറായി വിജയനിലേക്കും പോകുമ്പോൾ അത് UDF VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്നൊക്കെ ഇതൊക്കെ വെറും പറച്ചിലാണ്. ഈ കേസ് ശരിയായ നിലയിൽ തെളിയണമെന്ന് കേരളത്തിലെ UDF-ഉം ആഗ്രഹിക്കുന്നില്ല. LDF-ഉം UDF-ഉം തുല്യമായിട്ടുള്ള അളവിൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാത്രമാണ് രേഖാമൂലമുള്ള പണത്തിന്റെ വിശദാംശങ്ങൾ കിട്ടിയത്.